ഷാഫി പറമ്പിൽ MP 12 ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഹോംവർക്കിലായിരുന്നു, ഇതിൻ്റെ എഡിറ്റിങ്ങിലായിരുന്നു ഇത്രയും ദിവസം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഷാഫി ICU കിടക്കുമ്പോൾ തൊട്ട് മുകളത്തെ ഫ്ലോറിൽ DYSP ഹരിപ്രസാദ് ഗൗരവമായ പരിക്കുപറ്റി കിടക്കുക. സീരിയസാ. എന്ത് നെറികേടിൻ്റെ രാഷ്ട്രീയമാണ് ഷാഫി മുന്നോട്ട് വെക്കുന്നത്. ഷാഫി ഫാൻസാണ് അത് ചെയ്തിട്ടുള്ളത്. ഉമ്മൻചാണ്ടിയുടെ വൈകാരികത ഇടയ്ക്കിടയ്ക്ക് ആളി കത്തിക്കുന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും അതേ ഉമ്മൻചാണ്ടിക്കെതിരെ പാരമണിയുകയും ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ മോനെ രാഷ്ട്രീയവുമായി മൂലക്കിരുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഗൂഢാലോചനയും നടത്തിക്കൊണ്ടിരിക്കുക. അവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലീസുകാരുടെ കണ്ണിന് സമാധാനം പറയണ്ടേ? ആധുനിക കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. ഷാഫി കാണിക്കുന്നത് മുഴുവൻ നാടകമാണ്. രാജമേ നമസ്കാരം. നമസ്കാരം. ഷാഫി പറമ്പിൽ MP 12 ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് അദ്ദേഹം ഒരു വീഡിയോ ഒക്കെ ഹാജരാക്കിയിട്ടുണ്ട്. സന്തോഷ് ഡേവിസ് എന്ന് പറയുന്ന ഒരു സർക്കിൾ ഇൻസ്പെക്ടറിനെതിരെ അതിശക്തമായ വിമർശനങ്ങളും ഉയർത്തിയിട്ടുണ്ട്. അയാളൊരു കൊടും ക്രിമിനലാണ്, പോലീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യപ്പെട്ട ആൾ എങ്ങനെ വീണ്ടും പോലീസ് എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, ഈ സന്തോഷ് ഡേവിസിനെ കുറിച്ച് പറഞ്ഞതിനേക്കാൾ കൂടുതൽ DYSP ഹരിപ്രസാദിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കയ്യിൽ ഗ്രനേഡും മറുകൈയിൽ ലാത്തിയുമായിട്ട് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇതിൻ്റെ ഹോംവർക്കിലായിരുന്നു, ഇതിൻ്റെ എഡിറ്റിങ്ങിലായിരുന്നു ഇത്രയും ദിവസം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പറയുന്നത് ഇതിനകത്തുള്ള കാര്യം, ഷാഫി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ മൂക്കിന് എന്തോ കുഴപ്പം പറ്റിയെന്ന് പറഞ്ഞ് വ്യക്തമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. യഥാർത്ഥത്തിൽ ഷാഫിക്ക് മൂക്കിന് ഗൗരവമായ പരിക്ക് പറ്റിയെങ്കിൽ ആ പരിക്ക് പറ്റിയത് എങ്ങനെയാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഷാഫിക്ക് കൂടി സ്വീകാര്യമായ ഒരു പൊതു മെഡിക്കൽ ബോർഡിനെ അത് വേണമെങ്കിൽ എയിംസിൽ, ഞാനിപ്പോഴും പറയുന്നു, എയിംസിൽ സംസ്ഥാന സർക്കാരും പ്രതിപക്ഷം എല്ലാം കൂടെ കൂടിയിട്ട് ആലോചിച്ചിട്ട് ഇവൻ്റെ മൂക്കിനെ കുറിച്ച് പ്രത്യേക ഒരു പരിശോധന മെഡിക്കൽ ബോർഡ് ഉണ്ടാക്കി വിവിധ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ENT അല്ലെങ്കിൽ ന്യൂറോളജി അങ്ങനെയുള്ള ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലെല്ലാം പെട്ടവരെ കൂട്ടിയിട്ട് ഒരു മെഡിക്കൽ ബോർഡ് ഉണ്ടാക്കിയിട്ട് മെഡിക്കൽ ബോർഡ് പരിശോധിച്ചിട്ട് എന്തായിരുന്നു കുഴപ്പം എന്നുള്ളത് കണ്ടെത്തുന്നതിന് അവൻ തയ്യാറാണോ ഇല്ലയോ എന്നുള്ളതാണ്. അല്ലാതെ ചുമ്മാതെ എക്സ്റേയും ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ മൂക്കിന് പരിക്ക് പറ്റി ഒരുത്തൻ്റെ വേറൊരുത്തൻ്റെ എക്സ്റേ കൊണ്ടുവന്നിട്ട് റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ അതിന് ഷാഫി തയ്യാറുണ്ടോ എന്നുള്ളതാണ്. രണ്ട്, ഷാഫി അവിടെ ICUവിൽ കിടക്കുന്ന സമയത്ത് ഇപ്പം എന്തായാലും മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. സത്യത്തിൽ ഷാഫിയൊക്കെ മാസ്ക് വെച്ച് മാത്രം പൊതുജനങ്ങളുടെ ഇടയിൽ ഇറങ്ങേണ്ടുന്ന രാഷ്ട്രീയക്കാരനാണ് യഥാർത്ഥത്തിൽ. അതെന്താ വെച്ചാൽ ഇപ്പോൾ സാന്ദർഭികമായി അതിനൊരു അവസരം ഉണ്ടായെന്നുള്ളതേ ഉള്ളൂ. ഷാഫി സർജറി കഴിഞ്ഞ അടുത്ത ദിവസം പ്രിയങ്ക ഗാന്ധിയെ വിളിക്കുന്നവരെല്ലാം ചെന്നപ്പോഴൊക്കെ ഇവിടെ 2 പ്ലാസ്റ്റർ ബാൻഡേജ് മാത്രമേ ഉള്ളൂ. ഇപ്പം എന്തായാലും ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഷാഫി മാസ്ക് ധരിക്കുന്നത് സമൂഹത്തിന് ഗുണം ചെയ്യും. കാരണം ഷാഫിക്ക് വേറെ അണുവികരണം ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ തന്നെയും ഷാഫിയിൽ നിന്ന് മറ്റാർക്കും പല അണുവികരണങ്ങളും ഏൽക്കാതിരിക്കാനത് ഗുണം ചെയ്യും എന്നുള്ള അഭിപ്രായത്തിൽ ഷാഫി ഇനിയുള്ള കാലം മുഴുവൻ അങ്ങനെ മുഖംമൂടിയൊക്കെ ധരിച്ച് നടക്കുകയൊക്കെ ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. കാരണം ഷാഫിക്കുള്ള അതേ സ്വഭാവം കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും സംഭവിച്ചു കഴിഞ്ഞാൽ, എല്ലാ രാഷ്ട്രീയക്കാർക്കും സംഭവിച്ചു കഴിഞ്ഞാൽ കേരളം എന്തായിരിക്കും? നശിച്ചു, വല്ലാത്ത അവസ്ഥയായിരിക്കും. ഷാഫി ICU കിടക്കുമ്പോൾ തൊട്ട് മുകളത്തെ ഫ്ലോറിൽ DYSP ഹരിപ്രസാദ് ഗൗരവമായ പരിക്കുപറ്റി കിടക്കുക. സീരിയസാ. അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കുപറ്റിയുള്ള അദ്ദേഹം അവിടെയുണ്ട്. വിനോദ് ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ, IRBയിലെ പോലീസുകാരനാണ്, ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിലെ. കേരള പോലീസിൻ്റെ ഭാഗമല്ല. അവർ എപ്പോഴും റിസർവ് സേന പോലെ തന്നെ വെച്ചിരിക്കുന്ന അവർ തലേന്നൊരു ഇതേപോലെ തന്നെ ഓപ്പറേഷനകത്ത് പങ്കെടുത്തതിന് ശേഷം ക്യാമ്പസിൻ്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അവിടേക്ക് പോകുന്നത്, ഇവരെ വിന്യസിക്കുന്നത്. അങ്ങനെ മര്യാദയ്ക്ക് ഉറങ്ങുക പോലും ചെയ്യാതെ തലേന്ന് ഹെവി ഡ്യൂട്ടി ചെയ്തതിന് ശേഷം അതിൻ്റെ ക്ഷീണവും കൂടെ ഉണ്ട്. അങ്ങനെ നിന്ന് ഈ പിള്ളേർ തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പം അതിനിടയിൽ അതൊരു സമവായ ചർച്ചയുടെ രീതിയിലേക്ക് നീങ്ങുന്ന സമയത്ത് ഈ പോലീസുകാരെ ഹെൽമെറ്റിൽ നിന്ന് വെള്ളം മര്യാദയ്ക്കൊന്നും സപ്ലൈ ചിലപ്പോൾ കൃത്യമായിട്ടുണ്ടാകത്തില്ലല്ലോ സമരമുഖത്ത്. അപ്പോൾ ആ ഹെൽമെറ്റ് ഒന്നങ്ങ് പൊന്തിച്ച് വെച്ച് ഇച്ചിരി നേരത്തേക്ക് ഒന്ന് കാറ്റ് കൊള്ളാനുള്ളതിന്, ക്ഷീണത്തിന്. ആ സമയം നോക്കിയിട്ട് കേവലം 10 മീറ്റർ ദൂരത്തുനിന്ന് കല്ലെറിഞ്ഞിട്ട് ആ പോലീസുകാരൻ്റെ ഒരു കണ്ണിന് 2 ഞരമ്പ് മുറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ പിന്നീട് ആദ്യം മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയത്. പിറ്റേന്ന് വഹീദ് എന്ന് കമാൻഡൻ്റ് അവിടെ എത്തുമ്പോഴാണ് അതിൻ്റെ ഗൗരവാവസ്ഥ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ ചന്ദ്രകാന്ത് എന്ന് പറയുന്ന അവിടുത്തെ ഐ ഹോസ്പിറ്റലിലാക്കുന്നു. ആ ഐ ഹോസ്പിറ്റലിൽ അപ്പം തന്നെ പറയുന്നത് 5% കാഴ്ചശക്തി ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു കണ്ണിന് കാഴ്ച പൂർണ്ണമായിട്ടും ഏറെക്കുറെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. 3 വയസ്സ് പ്രായമുള്ള കുഞ്ഞിൻ്റെ അച്ഛനാണ്. ആലോചിച്ച് നോക്കണം, കുടുംബം നോക്കാൻ വേണ്ടി പോകുന്നതാണ്. ഇത്രയും കഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ അവനെന്ത് ഷാഫി, അവനെന്ത് പിണറായി വിജയൻ, ഇപ്പോൾ അതായത് പട്ടിപ്പണിയാണ് പോലീസിലുള്ളത്. 3-4 വർഷം സർവീസിൽ നിന്നൊരു LDC കിട്ടിയ അപ്പം ചാടുക സ്ഥിതി. അതിൻ്റെ കാരണം എന്താ? കാരണം ഇവിടെ ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുക്കുക, എന്നിട്ട് നാട്ടുകാരെ ഏറും അടിയും കൊള്ളുകയും ചെയ്യുക. അവർ ഈ കോവിഡ് കാലഘട്ടത്തിൽ പോലും അവർ ജീവൻ പണയം വെച്ച് ജോലി ചെയ്തു വരാം. അങ്ങനെയുള്ള ഒരു പാവം ചെറുപ്പക്കാരനെ അവൻ കൃത്യനിർവഹണത്തിനിടയിൽ 10 മീറ്റർ ദൂരെ നിന്ന് കല്ലെറിയാൻ മാത്രം പഠിപ്പിച്ചു വിട്ടിട്ടുള്ള രീതിയിലേക്ക് വിദ്യാർത്ഥികൾക്കിടയിൽ ഗുണ്ടാസംഘത്തെ ഇറക്കിയെടുക്കാൻ ഷാഫിക്ക് പറ്റി എന്നുള്ളതാണ്. ഷാഫി അവിടെ പോകുന്നത് എപ്പോഴാണ്? രാത്രിയാണ് പോകുന്നത്. അവിടെ പകൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവരെല്ലാം പിരിഞ്ഞു പോയി കഴിഞ്ഞിട്ടും ഈ ഷാഫി ഞാൻ വരുന്നുണ്ട് അവിടെ തന്നെ നിൽക്കണം എന്ന് പറയുക, സീൻ ക്രിയേറ്റ് ചെയ്യാൻ. കാരണം SFIക്കാരും അല്ലെങ്കിൽ DYFIക്കാരോ CPMകാരോ LDFൻ്റെ ആളുകളോ പോയതിന് ശേഷം
പിന്നെ ഷാഫിക്ക് അവിടെ പോയിട്ട് ആരോടാണ് പ്രശ്നം ഉണ്ടാക്കാനുള്ളത്? ഒരു സീൻ ഉണ്ടാക്കുക, അത് പോലീസിൻ്റെ നേരെ ഉണ്ടാക്കുക, പോലീസിൻ്റെ അടുത്ത് കുറച്ച് പിള്ളേർക്ക് തല്ലു മേടിച്ച് കിട്ടുക, കൂടുതൽ അവനും ഒരു അടിയെ കിട്ടിക്കഴിഞ്ഞാൽ അത് വാർത്തയാക്കുക, ബാക്കിയുള്ള അടി കിട്ടുന്ന പിള്ളേരെല്ലാം കേസിലും നൂലാമലും കിടന്ന് അതുങ്ങളെ ജീവിതം കുളമാവും, കോഞ്ഞാട്ടയാവും. അപ്പോൾ അങ്ങനെ പിന്നെ ഇവൻ 8:30 ആകുമ്പോൾ ലോഞ്ച് ചെയ്യുന്നു, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇവൻ മറ്റൊരുമായിട്ടുള്ള പ്രശ്നത്തിൻ്റെ അവർ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ പോലീസ് അവിടെ നിന്നില്ലെങ്കിൽ ഈ പറഞ്ഞ SFIക്കാർ പിള്ളേരുടെ വീട് കയറിയിട്ട് അടിക്കുന്ന അവസ്ഥയിലേക്കല്ലേ ഇവൻ പോവുക. അവർ ഗുണ്ടായുസത്തിൻ്റെ ഭാഗമായിട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞേ, ഷാഫിയുടെ മൂക്കിന് മാത്രമല്ല വിലയുള്ള, ഹരിപ്രസാദ് എന്ന് പറയുന്ന DYSPക്ക് പരിക്ക്, വിനോദേന്ദ്രൻ എന്ന് പറയുന്ന 3 വയസ്സുള്ള കുഞ്ഞിൻ്റെ അച്ഛനായിട്ടുള്ള ചെറുപ്പക്കാരനായ പോലീസുകാരന് ഇപ്പോൾ ഇനിയിപ്പോൾ മധുരയിൽ കൊണ്ടുപോയിട്ട് ഫർദർ ട്രീറ്റ്മെൻറ്റ് നടത്തി നോക്കണം, എന്നാലും കാഴ്ച കിട്ടുമെന്ന് ഉറപ്പില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹത്തെ വീട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. അരി വാങ്ങാൻ വേണ്ടി ജോലിക്ക് പോയത്, ഇവനെപ്പോലുള്ള സൗകര്യങ്ങളില്ല, ഇവനെപ്പോലെ പിന്നെ വലിയ കാറിൽ സഞ്ചരിക്കുന്നില്ല, ഇവനെപ്പോലെ ഫേഷ്യൽ ചെയ്ത് നടക്കുന്നില്ല, ഒന്നിനും പറ്റാത്തൊരു മനുഷ്യൻ. സ്വന്തം വീടും കുടുംബവും ഉപേക്ഷിച്ച് തിരുവനന്തപുരം ജില്ലയിലുള്ളവൻ മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് പോയിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന മനുഷ്യരെയൊക്കെ ഇവർ കാണേണ്ടതുണ്ട്. വേറെ പോലീസുകാരൻ, പേരാമ്പ്രയിലുള്ള പോലീസുകാരൻ, പേരാമ്പ്രക്കാരനായ പോലീസുകാരൻ DYSPയുടെ PS ടൈപ്പിലുള്ള കുറച്ച് പേരുണ്ടാവുമല്ലോ അവരുടെ കൂടെയുള്ള, അവർക്ക് റിവോൾവർ ഒക്കെ യൂസ് ചെയ്യാനുള്ള പെർമിഷനുണ്ട്. അങ്ങനെയുള്ള പിന്നെ ആ പോലീസുകാരന്, ചെറുപ്പക്കാരനായ പോലീസുകാരൻ, 2 കുഞ്ഞുങ്ങളുണ്ട്. അവൻ്റെ പിന്നെ ഫോട്ടോ വെച്ച്, അവൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ്, അമ്മ 30 വർഷം അധ്യാപികയായിരുന്നതാണ്, 2 കുഞ്ഞുങ്ങളുണ്ട്. എന്നിട്ട് ഇവൻ്റെ ഫോട്ടോ വെച്ചിട്ട് വേറെ ഒരു CPM നേതാവിൻ്റെയും കൂടെ ഫോട്ടോ വെച്ചിട്ട് ഒരുമിച്ച് നിന്നിട്ട് ഇവർ തമ്മിൽ സാമ്യമുണ്ടോ കാഴ്ചയിൽ. എന്ത് നെറികേടിൻ്റെ രാഷ്ട്രീയമാണ് ഷാഫി മുന്നോട്ട് വെക്കുന്നത്. ഷാഫി ഫാൻസാണ് അത് ചെയ്തിട്ടുള്ളത്. അത് പ്രചരിപ്പിക്കുമ്പം ആ അമ്മ 30 വർഷം അധ്യാപികയായി, ഭർത്താവില്ലാതെ വിധവയായിട്ട് പിന്നെ വാർദ്ധക്യത്തിൽ കഴിയുന്ന, അവർക്ക് കിട്ടുന്ന പെൻഷൻ കൊണ്ട് ജീവിക്കുന്ന ആ ടീച്ചറുടെ മനസ്സെത്ര നോവും. അത് കാണുന്ന ഇവൻ്റെ മനസ്സെത്ര നോവും. ഇവൻ്റെ കുഞ്ഞുങ്ങൾക്ക് പിന്നെ തിരിച്ചറിയാനുള്ള കഴിവായിട്ടില്ല എന്ന് കൂട്ടുക, ചെറിയ കൂട്ടുള്ള. അവൻ്റെ ഭാര്യയ്ക്ക് എത്ര വിഷമം ഉണ്ടാവും. അപ്പോൾ അവമാനത്തിലാകുകയല്ലേ ചെയ്യുന്നത്. ആ രീതിയിലേക്ക് അറ്റാക്ക് ചെയ്യുകയാണ് ഇവൻ, സൈബർ അറ്റാക്ക് നടത്തുന്നത്. പിന്നെ ആ അമ്മ തന്നെ പറഞ്ഞത്രേ, എൻ്റെ കുട്ടീനെ ഈ ജോലി ഒഴിവാക്കി, എനിക്ക് പെൻഷനുള്ള കാലത്തുള്ളതുകൊണ്ടൊക്കെ ജീവിക്കാമല്ലോ, വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്ക് വന്നു. അതായത് ഇനി പോലീസ് പണി വേണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുകയാണ്. മാനഹാനി വരുത്തുന്ന രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. മാത്രമല്ല ഈ IRBയിലേക്ക് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റേ പിന്നെ ലോക്കൽ സ്റ്റേഷൻ്റെ പരിധിയിലാകുമ്പോൾ അസോസിയേഷൻ്റെ കുറേ അവരുടെ വെൽഫെയറിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ സ്കീമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. IRBയിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഒരിക്കലും പോലീസ് അസോസിയേഷൻ്റെ ഭാഗമല്ലാതിരുന്നിട്ട് പോലും പോലീസ് അസോസിയേഷൻ്റെ അവിടുത്തെ ജില്ലാ നേതാക്കന്മാരെല്ലാം, ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ബാക്കിയുള്ളവരും ഇവർക്ക് കൂട്ടിരിക്കാനും ബാക്കിയുള്ള സഹായത്തിനും ഒക്കെ കൂടെ തന്നു. മാത്രമല്ല ചന്ദ്രകാന്ത് ഹോസ്പിറ്റലിലെ ആൾക്കാർ ചെയ്തരും മാനേജ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏറ്റവും മാനുഷികമായ പരിഗണന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ സ്ഥലമില്ലാഞ്ഞിട്ട് പോലും ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഇവൻ്റെ സുഹൃത്തുക്കളെയും അതേപോലെ തന്നെ സഹോദരനെയൊക്കെ അവിടെ താമസിക്കാനൊക്കെ ഉള്ള വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു. അപ്പം ഞാൻ പറയുന്നത്, കുടുംബം പറ്റാൻ വേണ്ടി പിന്നെ വെയിലും മഴയും കൊള്ളുന്ന ഒരാളുടെ കണ്ണിൻ്റെ കാഴ്ച പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് ഇവൻ പിന്നെ മൂക്കിൻ്റെ കഥയും പറഞ്ഞുകൊണ്ട് വരുന്നത്. പേടിച്ച് കാരണക്കുറ്റിക്ക് ഒരൊറ്റ അടി അടിച്ചിട്ട് പത്രസമ്മേളനത്തിൽ എപ്പോഴാ വെട്ടിപ്പെടാന്ന് പറയുന്നത് എണീറ്റ് കൊള്ളാവും. ഷാഫി പറമ്പിൽ ഇത്ര വലിയ ഡയലോഗൊക്കെ വീശുന്നുണ്ട്. ഷാഫി പറമ്പിക്ക് ധൈര്യമുണ്ടോ ഷാഫി പറമ്പിയുടെ ഈ മൂക്കിന്റെ എക്സ്റേയോ അല്ലെങ്കിൽ സ്കാനിങ് റിപ്പോർട്ടോ ഒക്കെ പുറത്തേക്ക് വിടാനായിട്ട്? അല്ല, എക്സ്റേയും സ്കാനിങ് റിപ്പോർട്ടും വേണമെങ്കിൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടും ഉണ്ടാക്കാൻ പറ്റും. എക്സ്റേയും പിന്നെ സ്കാനിങ് റിപ്പോർട്ടും അവൻ പുറത്ത് വിടുകയല്ല വേണ്ടത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അവർക്ക് കൂടി പിന്നെ പറ്റുന്ന രീതിയിലുള്ള ഒരു മെഡിക്കൽ ബോർഡ്, ഗവൺമെൻറ്റുമായിട്ട് ആലോചിച്ചൊരു മെഡിക്കൽ ബോർഡ്. ഇത് ശരിയാണോ? അതായത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വിശ്വവിഖ്യാതമായ മൂക്കെന്നുള്ള കഥാപാത്രത്തിൻ്റെ മൂക്ക് ഒറിജിനലാണോ, പിന്നെ അത് ഫിറ്റിംഗ് ആണോ എന്നുള്ളത് അറിയാൻ വേണ്ടി അതിനകത്ത് പറയുന്ന 40ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള മെഡിക്കൽ വിദഗ്ധരെ കൊണ്ടുവന്നിട്ട് ആ ബോർഡ് പരിശോധിച്ച് അവസാനം അവർ കുറേ ആലോചിച്ചതിന് ശേഷം മൂക്കിൻ്റെ അറ്റത്ത് ഒരു സൂചി കൊണ്ട് കുത്തി, ബ്ലഡ് വരുന്നുണ്ടെങ്കിൽ ഈ 40 പേര് വരേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു, ആദ്യം ചെയ്താൽ മതിയായിരുന്നു, ഏതെങ്കിലും ഒരുത്തന്നെ സൂചി എടുത്ത് കുത്തിയാൽ മതിയായിരുന്നു. അങ്ങനെയാണ് വിശ്വവിഖ്യാതമായ മൂക്ക് ഒറിജിനലാണെന്ന് സ്ഥാപിക്കുന്നത്. അതേപോലെ തന്നെ ഇവൻ്റെ മൂക്കിൻ്റെ പാലത്തിൻ്റെ പറ്റിയിട്ടുള്ള ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ശ്രദ്ധക്കുറവ് കൊണ്ട്, അഴിമതി കൊണ്ട് സംഭവിച്ച അവൻ്റെ തകർന്ന പാലം, അത് ശരിക്കും തകർന്നിട്ടുണ്ടോ, പുനഃസ്ഥാപിക്കണോ, പാലാരിവട്ടം പാലം പോലെയുള്ള അവസ്ഥ തന്നെയായിരുന്നോ എന്നൊക്കെ ഉള്ളത് പരിശോധിക്കണം എന്നുണ്ടെങ്കിൽ മെഡിക്കൽ ബോർഡിനെ വെച്ചിട്ട് പരിശോധിക്കണം. അല്ലാതെ ഫാബ്രിക്കേറ്റഡായിട്ട് സ്കാനിങ് റിപ്പോർട്ട് കൊണ്ടെന്ന് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അതൊക്കെ ഇപ്പോൾ നമ്മൾ പൈസ മുടക്കി കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം തന്നെയുള്ളൂ, എക്സ്റേ ഉണ്ടാക്കാം. ഓക്കെ, അല്ല ഇതൊന്നും അറിയാൻ പാടില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇവിടെ കിടന്ന് ഈ ഷാഫി ഫാൻസ്, ഷോഫി ഫാൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ, ഇവർക്കെതിരൊക്കെ അതിലൊക്കെ കേസ് വരുമ്പോഴത്തേക്ക് ഈ ഷാഫി രക്ഷിക്കുക തിരിഞ്ഞു നോക്കത്തില്ലല്ലോ. അവിടെ ശബരിമല സമരം എന്ന് പറഞ്ഞിട്ട് സന്ദീപ് ഉൾപ്പെടെ കുറേ ദിവസം അവിടെ പോയി കിടന്നപ്പോൾ പിന്നെ ഇറങ്ങി വന്നപ്പോൾ പിന്നെ എന്തായാലും KPCC ജനറൽ സെക്രട്ടറി സ്ഥാനം കിട്ടിയോണ്ട് കുഴപ്പമില്ല. അല്ലാതെ ഒന്നും തിരിഞ്ഞു നോക്കാനും കേസ് നടത്താനും ഒന്നും തയ്യാറാവുന്നില്ല. അതിൻ്റെയൊക്കെ എത്രയോ അനുഭവങ്ങളാണ്. യൂത്ത് കോൺഗ്രസിന് വേണ്ടി പെൺകുട്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമരരംഗത്ത് വരിക എന്ന് പറഞ്ഞാൽ, അതും തൃശ്ശൂർ ജില്ലയിൽ CPMൻ്റെയും പിന്നെ CPIയുടെയൊക്കെ കോട്ടയിൽ നിന്ന് ഒരാൾ പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് പിന്നെ ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കി, മണ്ഡലം കമ്മിറ്റി ഉണ്ടാക്കി, അങ്ങനെ പ്രവർത്തന രംഗത്ത് വന്ന 33 വയസ്സുള്ള മാത്രം പ്രായമുള്ള, അന്ന് ഇത്രയും പ്രായം പോലും ഇല്ല, വാണി പ്രയാഗ് എന്ന് പറഞ്ഞ പെൺകുട്ടിയോട്
ശോഭാ സുബിൻ എന്ന് പറയുന്ന അവൻ ഷാഫി പിന്നെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഒരു തവണ മതിലക ഓഫീസിൽ വെച്ച് കയറി പിടിക്കുകയും അതിനെ അവൾ ചെറുത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ രണ്ടാമത് പിന്നെ പിടിക്കാനുള്ള തൊടാനുള്ള ധൈര്യം അന്നത്തോടെ നിന്നു. രണ്ടാമത് DCC ഓഫീസിൽ വെച്ച് ഇങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ കൂടെ സഹപ്രവർത്തകരാണല്ലോ സംസാരിക്കുമ്പോൾ രണ്ടുപേരും സംസ്ഥാന സെക്രട്ടറിമാരാ, നീ എനിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നിനക്ക് വളരാം എന്നൊക്കെയുള്ള രീതിയിലേക്ക് സെക്ഷൽ ഫേവർ ചോദിക്കുകയും ചെയ്തിട്ട് അത് ഷാഫിയോട് പറഞ്ഞപ്പോൾ അല്ല അത് പലരും അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വരുന്നത്, നീ അത് വഴങ്ങി കൊടുത്താൽ പോരെ എന്ന് പറഞ്ഞ ഒരു പ്രസിഡന്റ് ഷാഫി. അങ്ങനെയുള്ള ഷാഫി ഒരു വശത്ത് മനസാക്ഷി പറയുകയും വലിയ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ട് ഷാഫി വാണി പ്രയാഗിന്റെ വിഷയത്തിനകത്ത് എടുത്തിട്ടുള്ള സ്ത്രീവിരുദ്ധമായ സമീപനമാണ്. കൂടെ നിന്ന് സഹപ്രവർത്തകരെ സംരക്ഷിച്ചില്ല. തന്നെ വളർത്തിക്കൊണ്ടുവന്ന PT തോമസ് ആണ് KSC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഷാഫിയുടെ പേര് പിന്നെ ഉമ്മൻചാണ്ടിയുടെ മുമ്പിൽ സജസ്റ്റ് ചെയ്യുന്നു. ഉമ്മൻചാണ്ടി അത് അംഗീകരിക്കുന്നതും അങ്ങനെ ഉമ്മൻചാണ്ടിയും ബെന്നി ബഹനാനും PT തോമസും തിരുവഞ്ചൂരും ഒക്കെ കൂടെ കൂടിയിട്ടാണ് ഇവനെ പിന്നെ സ്ഥാനാർത്ഥിയാക്കുന്നത്, KSCയുടെ സംസ്ഥാന പ്രസിഡന്റ് ആക്കുന്നത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉമ്മൻചാണ്ടിയുടെ വൈകാരികത ഇടയ്ക്കിടയ്ക്ക് ആളിക്കത്തിക്കുന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും അതേസമയം അതേ ഉമ്മൻചാണ്ടിക്കെതിരെ പാരമണിയുകയും ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ മോനെ രാഷ്ട്രീയവുമായി മൂലക്കിരുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഗൂഢാലോചനയും നടത്തിക്കൊണ്ടിരിക്കുക. ഇത് ഷാഫി നിഷേധിക്കട്ടെ, ചാണ്ടി ഉമ്മ നിഷേധിക്കട്ടെ, എന്തായിരുന്നാലും ഇതൊക്കെ ഫാക്റ്റാ. ഇത് പിന്നെ പല ആൾക്കാരോട് ഇവരൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് വിവരങ്ങൾ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇവനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ച അന്തരിച്ച PT തോമസിന്റെ ഭാര്യ ഉമാ തോമസിനെതിരെ ആ തള്ളെ അന്ന് വീണ് ചത്തിരുന്നെങ്കിൽ നന്നായിരുന്നു ഷോഫി ഫാൻസ് എഴുതിയത്. ഇപ്പം ഇവൻ ആരോടും കടപ്പാടില്ലാത്ത ഒരുത്തരാ. കൈപിടിച്ച് പിന്നെ മൂക്കിലേൽപ്പിച്ച് നടക്കുന്ന കാലത്ത് അന്ന് കൊണ്ടുവന്ന് KSC കൊണ്ടുവന്ന് വളർത്തിക്കൊണ്ടുവന്ന് ചായയും ഭക്ഷണവും മേടിച്ചു കൊടുത്ത് അങ്ങനെ സപ്പോർട്ട് ചെയ്ത DCC വൈസ് പ്രസിഡന്റ് തങ്ങളെ ഇവിടെ കാണിച്ചിട്ടുള്ള നീതിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സഹപ്രവർത്തകയായിട്ടുള്ള വാണി പ്രയാഗിൻ്റെ കാര്യം ഇപ്പം ഞാൻ പറഞ്ഞു. JS എന്ന് പറയുന്ന പയ്യൻ ഇവന് ശേഷം വരേണ്ടിരുന്ന സമയത്ത് അവനെ പിന്നെ പരമാവധി ദ്രോഹിക്കുകയും മൂലക്കിരുത്തുകയും ചെയ്തത് ആദ്യം ഞാനാണ് പറഞ്ഞതെന്നുണ്ടെങ്കിലും പിന്നീട് ഷാജൻ സ്കറിയ അതിനകത്ത് സ്റ്റോറി ചെയ്ത് സണ്ണിക്കുട്ടി എബ്രാഹാം ഇത് കൃത്യമായിട്ട് ഷാജൻ സ്കറിയുടെ ഒക്കെ നമുക്ക് ആളുകൾ പലരും വന്ന് ചോദിക്കുന്നുണ്ട് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമോ. സണ്ണിക്കുട്ടി എബ്രാഹാം വളരെ കൃത്യമായിട്ട് വിവരം പറഞ്ഞു. സണ്ണിക്കുട്ടി എബ്രാഹിമിനോട് ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞു എന്നും പറയുന്നു. തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ ഏകദേശം 1.5 മാസം മുമ്പ് പറഞ്ഞ കാര്യം സണ്ണിക്കുട്ടി എബ്രാഹിമിനെ പോലെ കോൺഗ്രസിനോട് അനുഭാവമുള്ള ഉമ്മൻചാണ്ടിയോട് അടുപ്പമുണ്ടായിരുന്ന ഒരാൾ വരെ അത് സാധൂകരിച്ചു. ഇപ്പം ഈ രീതിയിലൊക്കെ പോയിട്ടുള്ള ഒരുത്തൻ അവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലീസുകാരുടെ കണ്ണിന് സമാധാനം പറയണ്ടേ. കേസുകളിൽ പെടുന്ന പിള്ളേരെടുത്തു. പിന്നെ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിയുന്ന ദൃശ്യം നമ്മൾ കണ്ടതാ. തീർച്ചയായിട്ടും. ഇപ്പുറത്ത് ഗ്രനേഡാണെങ്കിൽ അവിടെ നാടൻ ബോംബും കൊണ്ടാ പോയിരിക്കുന്നത്. ഇതിനെല്ലാം തയ്യാറായിട്ടാണ് 8:30 വരെ അവിടെ നിൽക്കുന്നത്. ഷാഫി കൊണ്ടുപോകുന്നത് നിലവിൽ കേരളത്തിൽ ഒരു സമയത്ത് കണ്ണൂരിൽ അക്രമ രാഷ്ട്രീയത്തിന്റെ പരമ്പരയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും അതിനടക്കം കുറേ കുറവുകൾ വരികയും പൊതുവെ സമാധാനപൂർവമായ ഒരു അന്തരീക്ഷം രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിലവിലുമെല്ലാം സംജാതമായിക്കൊണ്ടിരിക്കുകയും വീണ്ടും അക്രമ രാഷ്ട്രീയം കേരളത്തിൻ്റെ തെരുവുകളിലാകെ വ്യാപിപ്പിക്കുന്നത്. അത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഈ സംഭവമാണ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ വ്യാപിപ്പിക്കുന്ന ഒരാൾ ആധുനിക കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. ഷാഫി കാണിക്കുന്നത് മുഴുവൻ നാടകമാണ്. ഷാഫി എന്ന് പറഞ്ഞാൽ ഒരു കുടിക്കുന്ന വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അവരുടെ നേതാക്കന്മാർ തന്നെയാണ് നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു കയ്യകലത്തിലാണ് നിർത്തുന്നത്. പക്ഷേ ഇവൻ പൈസ മുടക്കി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫാൻസ് ടീം, പിന്നെ ഈ സുഡാപ്പികളെ മുഴുവൻ ഇതിനകത്ത് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്നത് തീവ്രവാദ സ്വഭാവമുള്ള അവരാണല്ലോ ഈ എറിയാനും പിന്നെ ബോംബെറിയാനും. പിന്നെ ഒരു മനുഷ്യൻ്റെ കണ്ണിലോട്ട് കറക്റ്റായിട്ട് നോക്കിയിട്ട് 10 മീറ്റർ ദൂരത്ത് നിന്ന് ഇങ്ങനെ നിന്നിട്ട് എങ്ങനെ കല്ലെറിയാൻ തോന്നുന്നത് ആലോചിച്ച് നോക്കിയേ. ഒരു സംഘർഷം നടക്കുന്ന സമയത്താവാം, സമവായ ചർച്ച നടക്കുന്ന സമയത്ത് അങ്ങനെ കല്ലെറിയാൻ തോന്നുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ കോൺഗ്രസിനെ നശിപ്പിക്കുന്ന. ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്ക് വീണ്ടും ആവർത്തിക്കുന്നു. ഗാന്ധിസം എന്ന സമാധാനത്തിൻ്റെ ഇസത്തിൽ നിന്ന് ഷോഫിസം എന്ന് പറയുന്ന ഒരു ക്രിമിനലിസത്തിലേക്ക് കോൺഗ്രസ് പോവുകയാണെന്ന് വീണ്ടും വീണ്ടും പറയാൻ കാരണം